കാർഫൂർ പോയപ്പോൾ ഞാൻ ബാർബി ഫോൺ കണ്ടു. പക്ഷെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല. പകരം ഞാൻ ഓൺലൈൻ ഷറഫ് DGന്ന് ഓർഡർ ചെയ്തു. അവിടെ നിന്ന് മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു നെക്ക് ബാൻഡ് ഫ്രീ ആയിട്ട് കിട്ടി. സെയിം വിലയ്ക്ക് 499 ദിർഹംസ് ആയിരുന്നു. ബേസിക്കലി 500 AED. എന്തായാലും സംഭവം നമുക്കൊന്ന് തുറന്നു നോക്കാം. ആദ്യത്തെ കവർ പൊളിച്ചപ്പോൾ ഇതാ വേറൊരു ബോക്സ്. അതിനകത്താണ് നമ്മുടെ മെയിൻ ഐറ്റം ഫോൺ, പിന്നെ കുറച്ച് ആക്സസറീസും ഉണ്ട്. നമ്മുടെ പണ്ടത്തെ സാധാ ഫ്ലിപ്പ് ഫോണാണിത്. സോഷ്യൽ മീഡിയ അല്ല, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. എന്തായാലും അതിൻ്റെ ആക്സസറീസ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം എനിക്ക് കിട്ടിയത് എൻ്റെ ഫോൺ കവേഴ്സാണ്. പിന്നെ കിട്ടിയതൊരു ചെയിൻ. പിന്നെ കിട്ടിയത് ഈ ചാർജിങ് കേബിളാണ്. എല്ലാം പിങ്കിലാണ് കേട്ടോ. സംഭവത്തിന് നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറേ ഇങ്ങനത്തെ ചാംസ് കിട്ടിയിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ബാർബി തീംഡാണ് മൊത്തത്തിൽ. ഇതൊക്കെ നമ്മുടെ ചെയിനിൽ തൂക്കാനായിരിക്കണം. ഈ ക്ലോത്ത് എടുക്കാൻ പോയപ്പോഴാണ് ഒരു ചാം മിസ് ചെയ്തെന്ന് കണ്ടത്. ഇത് നമ്മൾ ഈ സ്പെക്സൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലോത്താണ്. അതെനിക്ക് തോന്നുന്നു ഈ ഫോണൊന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് വെച്ച സാധനമാണ്. എന്തായാലും അടുത്തത് കിട്ടിയത് നമ്മുടെ ഫോൺ ബാറ്ററിയാണ്. അതും ഫുള്ളി പിങ്ക് ആണ് കേട്ടോ. പിന്നെ കിട്ടിയത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. നമുക്ക് ഫോണിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒരു ഗൈഡും കിട്ടി. എന്തായാലും നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് കിടക്കാം. ഫോണിൻ്റെ ബാറ്ററി നമുക്ക് ഇട്ടിട്ട് ഒന്ന് ഓൺ ചെയ്യാം. എന്തായാലും സംഭവം ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കേസ് ഊരിയ സ്ഥിതിക്ക് നമുക്ക് പുതിയൊരു കേസ് ഇടാം. 2 ഓപ്ഷൻസാണ് നമുക്ക് തന്നേക്കുന്നത്. അതിനകത്ത് ഞാൻ ഇത് ചൂസ് ചെയ്തിട്ടു. അപ്പോൾ ആദ്യം നോർമൽ ഫോൺസിനെ പോലെ തന്നെ ഒരു വെൽക്കം മെസ്സേജ് ഉണ്ട്. ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാം. വേറെ എന്തൊക്കെയൊക്കെ മെസ്സേജസ് ഉണ്ടായിരുന്നു. വാറൻറ്റിയെക്കുറിച്ചും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ സേവ് ചെയ്യാനെക്കുറിച്ചും, അങ്ങനെ അതും ഇതൊക്കെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓക്കെ അടിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കോൺടാക്റ്റ് സേവ് ചെയ്യാൻ. അതിൻ്റെ നെയിം അവർ ഓൾറെഡി എൻ്റർ ചെയ്തിരുന്നു, കെൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും 1 2 3 അടിച്ചു കൊടുത്താൽ അന്ന് സേവ് ചെയ്തു, ചുമ്മാ ഒരു രസത്തിന്. പിന്നെ കാണുന്ന പോലെ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ തോന്നിയത് ക്യാമറ കേട്ടോ. അത്ര വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല എനിക്ക്. എന്തായാലും നമുക്ക് നോക്കാം. സേവ് ചെയ്ത് എടുത്ത് നോക്കിയപ്പോൾ ഒട്ടും ക്ലാരിറ്റി ഇല്ല, എന്നാലും തരക്കേടില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുത്ത് നോക്കി ഞാൻ, പക്ഷെ അത് തിരിച്ച് ഗാലറി പോയപ്പോൾ കാണാനില്ല. എന്തായാലും നമുക്ക് പിന്നെ നോക്കാം അത്. പിന്നെ അവിടെ കാലണ്ടർ ഉണ്ട്. അത് മാത്രമല്ല അവിടെ ഒരു സെർച്ച് എഞ്ചിൻ ഞാൻ കണ്ടു. അപ്പോൾ ഞാനൊന്ന് ചുമ്മാ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ സംഭവം വർക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു സിം ഇട്ട് മൊബൈലിട്ട് കിട്ടിയാൽ ചിലപ്പോൾ വർക്ക് ചെയ്യായിരിക്കും. പിന്നെ അലാമൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ റേഡിയോൻ്റെ സിമ്പിൾ ഞാൻ കണ്ടു. അത് വർക്ക് ചെയ്യുമെന്ന് നോക്കി. സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്പീക്കർ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ ഏറ്റവും മിനിമം വോളിയം ഏറ്റവും ഹൈ വോളിയത്തിൽ ഇട്ട് നോക്കി. സംഭവം തകർപ്പനൊന്നും അല്ലെങ്കിലും തരക്കേടില്ല കേട്ടോ. എന്തായാലും ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ കണ്ടത് ടോർച്ചാണ്. സംഭവം ഡീസൻറ്റ് ലൈറ്റിങ്. പിന്നെ കാൽക്കുലേറ്ററാണ്. അത് വർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് സംഭവമാണ് തരുന്നത്. പിന്നെ സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഞാൻ അവസാനം നമ്മുടെ വീഡിയോ കണ്ടുപിടിച്ചു കേട്ടോ. അതും വീഡിയോ ക്വാളിറ്റി ഓഫ് കോഴ്സ് പറയേണ്ടതില്ല, അത്ര നല്ലതൊന്നുമല്ല. പക്ഷെ എന്തായാലും നമ്മുടെ സ്നേക്ക് ഗെയിമാണ് ഞാൻ പിന്നെ എടുത്തത്. അതെന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര നൊസ്റ്റാൾജി ആയിരുന്നു. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ടായിരുന്നത് നോക്കിയ ഫോണായിരുന്നു. പിന്നെ ഞാൻ വോയിസ് റെക്കോർഡിംഗ് ഫീച്ചറൊന്നും നോക്കി, അതും തരക്കേടില്ല. പിന്നെ ഫയൽസും ഡോക്യുമെൻറ്റ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ മെഡിറ്റേഷൻ ടൈമർ, അതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമുക്ക് തന്നെ ടൈം സെറ്റ് ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം. പിന്നെ ഡിജിറ്റൽ ബാലൻസ് ടിപ്സ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബേസിക്കലി ഡിജിറ്റൽ ഡീറ്റോക്സിന് വേണ്ടി. അപ്പോൾ ബേസിക്കലി ഈ ഫോണിൻ്റെ ഹൈപ്പ് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇല്ലാതെ ബേസിക് കോൾ ആൻഡ് ടെക്സ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് പഠിക്കാനൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫോണാണിത്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ചെയിൻ ആഡ് ചെയ്തു. പിന്നെ അടുത്ത ഫോൺ കവർ ഒന്ന് ചുമ്മാ മാറ്റിയിട്ട് ചാമൊക്കെ ആഡ് ചെയ്തു. സംഭവം കിടുവാട്ടോ. ഒരു ബാർബി ഫാനായ എനിക്കിത് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഒരു ബാർബി ഹോൾ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്.